നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പരിമിതി, അത് കേന്ദ്ര ഗവൺമെൻറ് പരിപാടി പദ്ധതി അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പഠനങ്ങൾ നടക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠനത്തിൽ എന്തെഴുതി കൊടുത്താലും പദ്ധതി നടക്കും. അപ്പോൾ അവരെന്തെഴുതാൻ ശ്രമിക്കും? പോസിറ്റീവായി റിപ്പോർട്ട് എഴുതാൻ ശ്രമിക്കും. നെഗറ്റീവ് കാര്യങ്ങൾ അവരെന്ത് ചെയ്ത് കളയും? ഹൈലൈറ്റ് ചെയ്യാതെ സജഷനായിട്ട് സൂചിപ്പിക്കും. പക്ഷേ തുരങ്കപാത വന്നു എന്ന് വിചാരിച്ച് തുരങ്കപാതയുടെ മെയിൻ്റനൻസിന് വേണ്ടി, പാരിസ്ഥിതിക മെയിൻ്റനൻസിന് വേണ്ടി ഏത് ഏജൻസിയെ ചുമതലപ്പെടുത്തി? ഇവിടെ ആര് പൈസ കൊടുക്കും ഇതിനകത്ത്? നമുക്കിവിടെ ഒരു നല്ല റോഡ് പണിയാൻ അറിഞ്ഞൂടാ, നല്ലൊരു ദേശീയപാത പണിയാൻ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ദേശീയപാത 66 പേര് 66 ഏതോ ഇട്ട ആൾ 70 ഇട്ടില്ല, 60 ഇട്ടില്ല. അയാൾക്കറിയാമായിരുന്നു ഇത് 2025 മാസത്തിൽ 66 പൊട്ടും. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. വീണ്ടും ചർച്ചകളിൽ വയനാട് തുരങ്കപാത വരികയാണ്. വയനാട് തുരങ്കപാത വന്നു കഴിഞ്ഞാൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പരിസ്ഥിതി സംഘടനകൾ ഉൾപ്പെടെ പറയുന്നത്. ഞാൻ വീണ്ടും പല വീഡിയോകളിലും നമ്മൾ ഈ ഇതിൽ തന്നെ മറുനാടൻ എക്സ്ക്ലൂസീവിലും മറുനാടൻ മലയാളിയിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ അതിലെല്ലാം ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളം വളരെ വ്യത്യസ്തമായൊരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. പ്രത്യേകിച്ച് വയനാടെന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചും കാലാവസ്ഥാ മാറ്റത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ നടത്തിയതിൽ ക്ലാസ് എ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പഞ്ചായത്തുകളും പ്രദേശങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സർക്കാർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്താണ്, അല്ലാതെ മറ്റൊരു ഏജൻസി ചെയ്തല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പഠനങ്ങൾ നടത്തി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഹൈ റിസ്ക് ഏരിയ, പിന്നെ റിസ്ക് കുറഞ്ഞ ഏരിയ, മീഡിയം റിസ്ക്, പിന്നെ റിസ്ക് ഒട്ടുമില്ലാത്ത ഏരിയ, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഹൈ റിസ്ക് ഏരിയയിൽ കൂടിയാണ് കുറച്ച് സ്ഥലം ഇത് പോകുന്നത്, ഈ നമ്മളെ തുരങ്കം പോകുന്നത്. പിന്നെ 25ഓളം കണ്ടീഷനാണ് ആര് വെച്ചത്? സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അതോറിറ്റി CA എത്ര വെച്ചു? 25. അവരെത്ര വെച്ചു? സെൻട്രലോട്ട് പോയപ്പോൾ അവർ 60 വെച്ചു. അപ്പോൾ 60 25 എത്ര? 85 കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പരിമിതി, അത് കേന്ദ്ര ഗവൺമെൻറ് പരിപാടി പദ്ധതി അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പഠനങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ പഠിക്കുന്നവരുടെ പേരിലും സമ്മർദ്ദമുണ്ട്. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്ത് നടക്കും? പദ്ധതി നടക്കും. പരിസ്ഥിതി ആഘാത പഠനത്തിൽ എന്തെഴുതി കൊടുത്താലും പദ്ധതി നടക്കും. അപ്പോൾ അവരെന്തെഴുതാൻ ശ്രമിക്കും? പോസിറ്റീവായി റിപ്പോർട്ട് എഴുതാൻ ശ്രമിക്കും. നെഗറ്റീവ് കാര്യങ്ങൾ അവരെന്ത് ചെയ്ത് കളയും? ഹൈലൈറ്റ് ചെയ്യാതെ സജഷനായിട്ട് സൂചിപ്പിക്കും. അങ്ങനെയാണ് ഈ കണ്ടീഷനൊക്കെ പറഞ്ഞത്. ഇനി ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആവട്ടെ, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ്, ഇതൊക്കെ ചെയ്യുന്ന ടീമുകളെ സംബന്ധിച്ചും ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളവർ എക്സ്പെർട്ടൈസുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എക്സ്പെർട്ടുകൾ ചെയ്യട്ടെ. പക്ഷേ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഏജൻസികളും വ്യക്തികളും ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ ഇരുന്നു റിട്ടയറായി അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അവിടെ ഈ ഒരു പണിയും ചെയ്ത് കാണത്തില്ല. ആ സ്ഥാപനത്തിലിരുന്നപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രോജക്റ്റും ചെയ്ത് കാണത്തില്ല. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അവർ അതിൻ്റെ എക്സ്പേർട്ടുകളായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നടത്തുന്ന പഠനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 25ഓളം കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പിന്നെ പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിച്ചിലിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഫോറസ്റ്റ് എടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇനി അടുത്ത ഞാനൊരു ചോദ്യം, എൻ്റെ ഒരു പെർട്ടിനൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഏകദേശം 1400 1500 അത് 1800 കോടി രൂപയാണ് ഇതിനകത്ത് വകയിരുത്തിയത്, പ്രോജക്റ്റായി വന്നത്. കൊങ്കൺ റെയിൽവേ ആണ് DPR ഉണ്ടാക്കിയത്. ഇപ്പോൾ 85ഓളം സജഷൻ വന്നല്ലോ. ആ സജഷനിൽ പലതും ദീർഘകാലത്തിൽ ചെയ്യേണ്ടതാണ്, അല്ലാതെ ഒരു ദിവസം രാവിലെ കൊണ്ട് ചെയ്യുന്നതല്ല. ഈ ദീർഘകാലം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണം ആര് കൊടുക്കും? ഈ പ്രോജക്റ്റിലുണ്ടോ? അതിൻ്റെ ഒരു ചോദ്യമാണ്. പ്രോജക്റ്റിലില്ലല്ലോ. ഈ പ്രോജക്റ്റ് കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ദീർഘകാലം ഈ പറയുന്നത് ഏത് ഏജൻസി ചെയ്യും? ആ ഏജൻസിക്ക് എവിടെ നിന്ന് പൈസ? അത് ബഡ്ജറ്റിലെവിടെ? ബഡ്ജറ്റിൽ വേണ്ടേ? അല്ലെ പൈസ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഏജൻസിക്ക് സർക്കാർ പൈസ കൊടുക്കും? തുരങ്കപാതയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊട്ടിപ്പോയാൽ സർക്കാർ പൈസ കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ തുരങ്കപാത വന്നു എന്ന് വിചാരിച്ച് തുരങ്കപാതയുടെ മെയിൻ്റനൻസിന് വേണ്ടി, ഞാൻ പറഞ്ഞ ഈ മെയിൻ്റനൻസ് അല്ല, ഈ പറയുന്ന പാരിസ്ഥിതിക മെയിൻ്റനൻസിന് വേണ്ടി ഏത് ഏജൻസിയെ ചുമതലപ്പെടുത്തി? ഇവിടെ ആര് പൈസ കൊടുക്കും ഇതിനകത്ത്? അതൊന്നും കാണാതെയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് ചിന്തിക്കണം. നമ്മൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനത്തെ പദ്ധതികൾ വേണോ വേണ്ടേ എന്നുള്ളത്. ആദ്യം ഈ പദ്ധതി അനൗൺസ് ചെയ്യുന്ന മുമ്പ് തന്നെ
ഗവൺമെൻറ് ഒരു പദ്ധതി അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മനസ്സിൽ വന്നാൽ ഒരു ടീം വളരെ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ടീമിനെ വെച്ച് അവർ പഠിച്ച് അവർ പറയുന്ന അഭിപ്രായം അനുസരിച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. അത് ഫീസിബിൾ അല്ല, നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അത് പറ്റില്ല എന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. ഇനി എക്സ്പെർട്ട് സെലക്ഷനിൽ ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. കാശ് വാങ്ങിക്കുന്ന, വെള്ളം അടിക്കുന്ന, പെണ്ണ് പിടിക്കുന്നവന്മാരെ ഒന്നും വിളിച്ച് വെച്ചാൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചെയ്യുന്നവർ അങ്ങനെ അല്ല. അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. ചാനൽ കാണുന്നവർ അത് പറയരുത്. പക്ഷേ അങ്ങനെ ഉള്ളവരെ വച്ചാൽ അപകടമായിരിക്കും. അതുകൊണ്ട് വളരെ ജെന്യുവനായിട്ടുള്ള വളരെ മിടുക്കരായിട്ടുള്ള എക്സ്പേർട്ടുകളെ വെച്ച് ഒരു പഠനം നടത്തിയാൽ അത് സ്റ്റേറ്റിൽ നിന്ന് എടുക്കാം, സെൻട്രലിൽ നിന്ന് എടുക്കാം, ഇൻ്റർനാഷണലായിട്ട് എടുക്കാം, പൈസ കൊടുത്ത് ആരെയും നിന്ന് എടുക്കാമല്ലോ, പ്രൈവറ്റിൽ നിന്ന് എടുക്കാം, എവിടെ നിന്നും എടുക്കാം, എക്സ്പെർട്ട് എവിടെ നിന്നും എടുക്കുക, എക്സ്പെർട്ടൈസ് എടുക്കുന്ന എവിടെ നിന്നും എടുക്കുക. എന്നാൽ ഗവൺമെൻറ് തന്നെ വേണമെന്നില്ല. അങ്ങനെയുള്ള ടീം പഠിച്ചു തന്നു. ഫീസിബിളാണ്, ഓക്കെ, മുമ്പോട്ട് നീങ്ങാം. ഫീസിബിൾ അല്ല, നമ്മൾ നീങ്ങുന്നില്ല. ഇതിവിടെ അങ്ങനെയല്ല, പദ്ധതി അങ്ങ് അനൗൺസ് ചെയ്യും ആദ്യമേ. അപ്പോൾ പിന്നെ പഠനം നടത്തുന്നവർക്ക് സമ്മർദ്ദം വന്ന് അവരെന്തെങ്കിലും തട്ടിക്കൂട്ട് എഴുതി കൊടുക്കും. എഴുതി കൊടുത്തെന്ന് വിചാരിക്കും. എഴുതി കൊടുക്കും മുമ്പേ എന്ത് തയ്യാറാക്കുകയും ചെയ്യും? DPR തയ്യാറാവും. അപ്പോൾ DPR തയ്യാറാകുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കുള്ള പണം എവിടെ നിന്ന് ചെയ്യാൻ? പണമുണ്ടെന്ന് വെച്ചു, ഇനി കുറച്ച് പൈസ വെച്ചെന്ന് വെച്ചു, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പൈസ വെച്ചു DPRൽ തന്നെ. ഏത് ഏജൻസി? ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്താലും ആ പ്രോജക്റ്റിൽ ഡയറക്റ്റ് ഗുണമില്ലാത്തൊരു കാര്യം ആരും ചെയ്യില്ല. ഞാൻ കറക്റ്റായിട്ടൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നദീതീരത്ത് ഫാക്ടറികൾ വരാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വരും, പ്രൈവറ്റിൻ്റെ വരും. ആ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് വിടുന്ന വാതകങ്ങളും ഖരമാലിന്യവും നദിയിലേക്കാണ് സാധാരണ വിടുന്നത്. അപ്പോൾ വിടുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ ഫാക്ടറി എന്താ എഗ്രിമെൻറ്റ്? ശുദ്ധീകരിച്ചേ വിടുകയുള്ളൂ. പക്ഷേ ശുദ്ധീകരിക്കണമെങ്കിൽ വലിയ പ്ലാന്റ് വയ്ക്കണം, വലിയ ചിലവ് വരും. അപ്പോൾ ശുദ്ധീകരിക്കാതെ വിട്ടാൽ ആ ചിലവ് അത്ര ഒഴിവാക്കാം. ചിലവില്ലല്ലോ ശുദ്ധീകരിക്കാതെ വിട്ടാൽ, നദിക്കല്ലേ ദോഷമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് അധിക ചിലവായിട്ടാണ് ആര് കാണുന്നത്? ഈ കമ്പനികൾ കാണുന്നത്. അതുപോലെ ഈ നമ്മുടെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എൻവയോൺമെൻറ്റലിന് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയും കാടിൻ്റെ സംരക്ഷണത്തിന് ചിലവാക്കുന്ന തുക അധിക ചിലവാണ്. അതിൽ നിന്ന് എന്ത് വരില്ല? റിട്ടേൺസ് ഇല്ല. റിട്ടേൺസ് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ ആരും തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഞാനീ പറഞ്ഞ 85ഓളം ഉപാധികളെന്ന് പറയുന്നത് പലതും എ സോണിൽ, നമ്മുടെ പിന്നെ പാരിസ്ഥിതികമായി എ സോണിൽ നിൽക്കുന്ന ഏറ്റവും ഹൈലി പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൂടെയാണ് ഇത് കടന്നു വരുന്നത്. അതിൻ്റേതായ പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന് ഗവൺമെൻറ് പറയണം. അഡ്രസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിന്തിക്കാം. അല്ല, ഞാൻ തുരങ്കത്തിനെതിരല്ല, ലോകത്ത് വലിയ വികസനം വരുന്നതിനെതിരല്ല. മഹാരാജ്യങ്ങളിലും കടലിൻ്റെ അടിയിൽ കൂടി റോഡുള്ള രാജ്യങ്ങളുണ്ട്. പിന്നെ മലകൾ തുരന്ന്, മലേഷ്യയിൽ ഞാൻ ഒരിക്കൽ പോയിരുന്നു ഫാമിലിയായിട്ട്. അവിടെ ഒരു മലയുടെ എത്രയോ ഹെക്ടർ ഉയരത്തിലുള്ള, മീറ്റർ ഉയരത്തിലുള്ള മലയുടെ പുറത്താണ് അവർ വലിയ പട്ടണം പോലെയൊക്കെ ടൂറിസ്റ്റ് സെൻറ്റർ ചെയ്തത്. പക്ഷേ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് എന്താണ്? മോണിറ്ററിംഗ് ആണ്. അതോടെ വേറൊരു പണിയും നടക്കത്തില്ല. അപ്പോൾ അത്രയും പ്രൊഫഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു നല്ല റോഡ് പണിയാൻ അറിഞ്ഞുകൂടാ, നല്ലൊരു ദേശീയപാത പണിയാൻ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ദേശീയപാത 66 പേര് 66 ഏതോ ഇട്ട ആൾ 70 ഇട്ടില്ല, 60 ഇട്ടില്ല. അയാൾക്കറിയാമായിരുന്നു ഇത് 2025 മാസത്തിൽ 66 പൊട്ടും എന്ന്. ഇട്ട ആളിനറിയാമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ 66 പേര് വിട്ടു, 66 പൊട്ടുകയും ചെയ്തു. ഇവിടെ 66 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. എന്ത് ന്യായമാണ് പറയാനുള്ളത് നമുക്ക്? എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തു, സൈറ്റ് എഞ്ചിനീയർ സസ്പെൻഡ് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ എന്ത് ന്യായമാണ് നമുക്ക് പറയാനുള്ളത്? ഒരു ന്യായവും പറയാനില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് വൻകിട പദ്ധതി വിരുദ്ധനല്ല ഞാൻ. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ പർട്ടിക്കുലർ നമ്മുടെ തുരങ്കപാതയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആശങ്കകൾ നിലനിൽക്കുന്നു. ഈ ആശങ്കകളെയൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല? അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് അഡ്രസ്സ് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീണ്ടും മറ്റൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്.